ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പഴയ നിയമത്തിലെ ഒരു നിയമത്തെക്കുറിച്ചാണ്. അത് യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന സങ്കേത നഗരങ്ങളെക്കുറിച്ച് ആണ് നമ്മളിന്നിവിടെ ചിന്തിക്കുവാൻ പോകുന്നത്. ഈ നിയമം ഒരു പഴയ കഥ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് നമുക്ക് നൽകുന്ന ആഴമായിട്ടുള്ള ആത്മീയ പാഠങ്ങളും പ്രത്യാശയുടെയൊക്കെ സന്ദേശങ്ങളുമുണ്ട് ഈ യോശുവയുടെ 20-ാം അധ്യായത്തിൽ. നമ്മുടെ ചോദ്യം ഇവിടെ ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സങ്കേതം നമ്മൾ തേടിയിട്ടുണ്ടോ? നമ്മുടെ ഭയത്തിൽ നിന്നും, നമ്മുടെ കുറ്റബോധത്തിൽ നിന്നും, അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടികളിൽ നിന്നുമൊക്കെ ഒളിക്കുവാനൊരിടം നമ്മളെപ്പോഴെങ്കിലും തേടിയിട്ടുണ്ടോ? നമുക്ക് യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ച 6 സങ്കേത നഗരങ്ങൾ. ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയായിരുന്നു ഈ സങ്കേത നഗരങ്ങൾ നിലനിന്നിരുന്നത്. അത് മനഃപൂർവ്വമല്ലാതെ ഒരാൾ കൊലപാതകം ചെയ്താൽ കൊല്ലപ്പെട്ട ആളിൻ്റെ അടുത്ത ബന്ധുവായ ആ രക്തപ്രതികാരനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ നഗരങ്ങളിൽ അഭയം തേടാം എന്നുള്ളതാണ്. ഈ നഗരങ്ങളുടെ അവിടെ അവർ സ്ഥാപിച്ചതിൻ്റെ യഹോവ ഈ നഗരങ്ങൾ സ്ഥാപിക്കുവാൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇവിടെ ദൈവം കാണിക്കുന്നത് നീതിയും കരുണയും ഒരുമിച്ച് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഒരു തെറ്റ് സംഭവിച്ചു പോയി, അതിന് നീതിയുടെ ഒരു വിധിയുണ്ട്. എന്നാൽ ആ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കരുണയുടെ ഒരു വാതിൽ ദൈവം തുറന്നിട്ടു. ഈ നഗരങ്ങളിലേക്കൊക്കെ എത്തുവാനുള്ള വഴികൾ നന്നായിട്ട് പരിപാലിക്കപ്പെട്ടിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന ഒരാൾക്ക് വേഗത്തിൽ അവിടെ എത്തുവാൻ സാധിക്കണം. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ കരുണ നമുക്ക് എപ്പോഴും എളുപ്പത്തിൽ പ്രാപ്യമാണ് എന്നാണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിയർക്ക് മാത്രമല്ല, അവരോടൊപ്പം പാർത്തിരുന്ന വിദേശികളായിട്ടുള്ള ആളുകൾക്കും ഈ അഭയം നേടുവാനുള്ള അവകാശമുണ്ടായിരുന്നു. യോശുവ 20-ന്റെ 9 പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നാണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. സങ്കേത നഗരങ്ങൾ അത് കേവലം ചരിത്രപരമായിട്ടുള്ള ഒരു അടയാളമല്ല, അത് യേശുക്രിസ്തുവിനെ നമ്മളെ മുൻകൂട്ടി കാണിക്കുന്ന ഒരു പ്രതീകമാണ്. നമ്മുടെ പാപം നിമിത്തം ദൈവത്തിൻ്റെ നീതിയുടെ ന്യായവിധിക്ക് നമുക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. അവിടെ നമ്മൾ കുറ്റക്കാരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിൻ്റെ ആ നീതിയുടെ പ്രതികാരത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുവാൻ ആർക്കാണ് കഴിയുന്നത്? യേശുക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ സങ്കേതം. എബ്രായർ 6:8-18 പറയുന്നു: നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ ഉറപ്പായി പിടിക്കേണ്ടതിന് അഭയം പ്രാപിച്ചിരിക്കുന്ന നമുക്ക് ശക്തിയേറിയ പ്രോത്സാഹനം ലഭിപ്പാൻ ഇടവരുന്നു. യോശുവ 20-ലെ സങ്കേത നഗരങ്ങളിൽ മോചനം ലഭിക്കുന്നത് എപ്പോഴാണ്? അന്നത്തെ പുരോഹിതൻ മരിക്കുമ്പോൾ ആ മഹാപുരോഹിതൻ്റെ മരണം അവിടെ അഭയം തേടിയ ആളുകൾക്ക് ഒരു പരിഹാര ബലിയായിട്ട് കണക്കാക്കപ്പെട്ടു. ആ മഹാപുരോഹിതൻ മരിക്കുമ്പോഴാണ് അവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ ബലി വിലയേറിയതാകുന്നത്. നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു തൻ്റെ ഏക ബലിയിലൂടെ പാപത്തിൽ നിന്നും
നമുക്ക് ശാശ്വതമായിട്ടുള്ള വിമോചനം നൽകി. നമ്മൾ നഗരത്തിൽ എന്നേക്കുമായി വസിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ മഹാപുരോഹിതൻ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമ്മൾ യേശു ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ നിമിത്തമുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് നമുക്ക് ശാശ്വതമായ സുരക്ഷിതം ലഭിക്കുകയാണ് ചെയ്യുന്നത്. യോശുവ 20 നിന്ന് നമുക്ക് ഇന്നത്തെ ജീവിതത്തിലേക്ക് എടുക്കാവുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്ഷമയുടെ ആവശ്യകത. പഴയ നിയമത്തിൽ മനഃപൂർവ്വമല്ലാതെ പാപത്തിനൊരു വഴി ദൈവം നൽകി. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിക്കുന്ന തെറ്റുകൾ പോലും ദൈവീക ന്യായമുണ്ട്. എന്നാൽ നമ്മൾ രക്ഷ തേടി ക്രിസ്തുവിലേക്ക് ഓടുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. 1 യോഹന്നാൻ 1:9 ഓർക്കുക. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമ്മുടെ സങ്കേതത്തിൽ പ്രവേശിക്കുവാനുള്ള ആദ്യ നടപടി നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, പ്രതികാരം നമ്മുടേതല്ല. സങ്കേത നഗരങ്ങൾ സ്ഥാപിച്ചതിലൂടെ വ്യക്തിപരമായ പ്രതികാരത്തിനുള്ള അവകാശം ദൈവം പരിമിതപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും പ്രതികാരം ചെയ്യുന്നത് മനുഷ്യൻ്റെ ജോലിയല്ലെന്ന് ദൈവം നമ്മളെ ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വേദനിപ്പിച്ചവരോടും തെറ്റ് ചെയ്തവരോടും നമ്മൾ എങ്ങനെ പെരുമാറണം? കൊലോസ്യലേഖനം 3:13 നമ്മോട് പറയുന്നു, ഒരുത്തനോട് ഒരുത്തന് വഴക്കുണ്ടെങ്കിൽ തമ്മിൽ ക്ഷമിച്ച് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. പ്രതികാരത്തിൻ്റെ ചങ്ങല പൊട്ടിക്കുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതായിട്ടുള്ള കാര്യം, നമ്മുടെ സഭ ഒരു സങ്കേതമായി മാറണം. സങ്കേത നഗരങ്ങൾ സമൂഹത്തിന് നടുവിലായിരുന്നു. അതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരമായ നമ്മുടെ സഭകളും ഇന്ന് മറ്റുള്ളവർക്ക് ഒരു സങ്കേതമായിട്ട് മാറണം. ഭാരം പേറുന്നവർക്കും ഒറ്റപ്പെട്ടവർക്കും കുറ്റബോധമുള്ളവർക്കും വിധി പ്രസ്താവനയെ പേടിച്ച് കഴിയുന്നവർക്കുമൊക്കെ നീതിയും കരുണയും ലഭിക്കുന്ന ഒരു ഇടം. അതാണ് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ. അതായിരിക്കണം നമ്മുടെ സഭകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. 1, ക്ഷമയുടെ ആവശ്യകത. 2, പ്രതികാരം നമ്മുടേതല്ല. 3, സഭ ഒരു സങ്കേതമായി മാറണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഭയത്തിൽ നിന്നോ കുറ്റബോധത്തിൽ നിന്നോ അല്ലെങ്കിൽ ജീവിതത്തിലെ വേദനകളിൽ നിന്നോ ഓടുകയാണെങ്കിൽ ഓർക്കുക, നമുക്ക് ഓടിയെത്തുവാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സങ്കേതം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് നമ്മുടെ സങ്കേത നഗരം. നമ്മുടെ കുറ്റബോധത്തിൽ നിന്നും നമ്മുടെ ഭയത്തിൽ നിന്നും ജീവിതത്തിൻ്റെ വേദനകളിൽ നിന്നൊക്കെ ഓടിയെത്തുവാൻ പറ്റുന്ന ഒരേ ഒരു സങ്കേതമാണ് യേശു ക്രിസ്തു. അവിടെ നമുക്ക് സുരക്ഷതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നമുക്ക് ക്ഷമ ലഭിക്കും. നമുക്ക് ശാശ്വതമായൊരു വിമോചനവും അവിടെ നിന്ന് ലഭിക്കും. നമ്മൾ ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സമാധാനം അനുഭവിക്കുക. അല്ലെങ്കിൽ ഇതാണ്, നമ്മൾ ഓൾറെഡി ക്രിസ്തുവിൽ നമ്മൾ അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സമാധാനം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഇതാണ് സന്ദർഭം. നമുക്ക് ആ സങ്കേതത്തിലേക്ക് ഓടുവാനുള്ള സമയം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.
നന്ദി. ആമേൻ.